കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം അധ്യായം 4 ശ്ലോകം 25 ചെയ്തു. ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുകയാണ്. കാരണം ഏതിനാണ് ജനനവും കുറച്ചു കാലം സ്ഥിതി ചെയ്യലും ഉദ്ഭവവും സ്ഥിതിയും നാശവും എന്തിനൊക്കെ ഉള്ളത് അതൊന്നും സത്യമല്ല. അതിനൊക്കെ കാരണമായിട്ടുള്ള ആ കാര്യം മാത്രമേ സത്യമുള്ളൂ. അപ്പോൾ ബ്രഹ്മം തന്നെ പ്രകാശിച്ച് നിൽക്കുന്ന ഈ ജഗത്ത് സത്യമല്ല. ബ്രഹ്മമില്ലെങ്കിൽ ജഗത്തില്ല. അതായത് ഒരു പാമ്പിനെ നമ്മൾ ഒരു കയറിനെ പാമ്പാണെന്ന് വിചാരിക്കുമ്പോൾ മാത്രമേ പാമ്പുള്ളൂ. അത് കയറാണെന്ന് മനസ്സിലായ പാമ്പില്ല. സ്വർണ്ണാഭരണങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ സ്വർണം തന്നെയാവുന്നു. ഉണ്ടാക്കുന്നതിന് മുമ്പും സ്വർണം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ ആഭരണങ്ങളിൽ നിന്ന് സ്വർണം മാറ്റിയാൽ ആഭരണങ്ങളില്ല. അതുപോലെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ഈ ജഗത്ത് ബ്രഹ്മം മാറ്റിയാൽ അതില്ല, അല്ലേ? അപ്പോൾ ബ്രഹ്മം മാത്രമേ ശരിക്കുള്ളൂ. അതിനെ നമുക്ക് തോന്നുകയാണെന്ന് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും അജ്ഞാനം കൊണ്ടാണ്. ഈ ജാഗ്രതം സ്വപ്നം സുഷുപ്തി എന്നൊക്കെ പറഞ്ഞു, അല്ലേ? ഇനി 26 സത്യം ഹ്യവയവ പ്രോക്തഃ സർവാവയവിനാമിഹ വിനാർത്ഥേന പ്രതീയേരൻ പടസ്യേവാംഗതന്തവഃ. എന്താണ് സത്യം ഹ്യവയവ പ്രോക്തഃ? അതല്ലേ? ഇഹ ഇവിടെ സർവാവയവിനാം അവയവഃ സത്യം പ്രോക്തഃ. അതായത് ഇവിടെ ഈ ജഗത്ത് സങ്കല്പത്തിൽ മാത്രമുള്ളതാണെങ്കിലും അതിൻ്റെ കാരണമായ ആ അവയവം അല്ലെങ്കിൽ അത് സത്യമാണെന്ന് ശ്രുതിയാൽ പറയപ്പെട്ടിരിക്കുന്നു. അതിനെന്താ പറയുക വെച്ചാൽ അർത്ഥേന വിന പടസ്യ തന്തവ ഇവ പ്രതീയേരൻ. അതായത് ഈ ജഗത്തോടുകൂടെ, അതായത് ഈ എന്തിനാണോ വന്ന അതില്ലാതെ അതിന്ന് വന്ന സാധനം ശരിയല്ല എന്ന പോലെ. അപ്പോൾ അത് നമുക്കത് പറയാൻ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കാര്യവും കാരണവും. കാര്യമാണ് ഈ ജഗത്ത്. കാര്യമായ ജഗത്തിൽ നിന്ന് കാരണം വേറെ തന്നെയാണെന്ന് പറഞ്ഞുവല്ലോ. അതിനെന്താ പറഞ്ഞ വെച്ചാൽ ഈ വസ്ത്രം, ഒരു തുണി, ഇപ്പോൾ ഇവിടെ അവയവം എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്ന് കൂട്ടുക. അവയവിച്ചാൽ നൂലിൽ നിന്നാണല്ലോ വസ്ത്രം ഉണ്ടാക്കണത്, അല്ലേ? ഇപ്പം നോക്കൂ, നൂലിങ്ങനെ വിലങ്ങനെയും നേരെയും അങ്ങനെയാണല്ലോ നമ്മൾ നെയ്യുക, അല്ലേ? ഒന്ന് ഹൊറിസോണ്ടലായിട്ടും ഒന്ന് വെർട്ടിക്കലായിട്ടും അങ്ങനെ നെയ്യുക. അങ്ങനെ ശരിക്കും നൂലാണ് വസ്ത്രം, അല്ലേ? അപ്പോൾ വസ്ത്രം നൂല് അവയവാണ്, വസ്ത്രം അവയവി ആണ്. അവയവിയായിട്ടുള്ള, അതായത് വസ്ത്രം എന്നത് നൂലിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ വസ്ത്രം ഇല്ലെങ്കിലും നൂലുണ്ട്, പക്ഷെ നൂലില്ലെങ്കിൽ വസ്ത്രമില്ല. അത് വളരെ നല്ല ഉദാഹരണമാണ്. വസ്ത്രം നൂല് വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് വെച്ച് നെയ്യുമ്പോഴാണല്ലോ വസ്ത്രം ഉണ്ടാവണേ. അപ്പോൾ നമുക്കത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. എന്താ അറിയോ? നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടാക്കുന്നു. വസ്ത്രം ഇല്ലെങ്കിലും നൂലുണ്ട്, പക്ഷേ നൂലില്ലെങ്കിൽ വസ്ത്രമില്ല. കാരണമില്ലാതെ കാര്യം ഇല്ല, പക്ഷെ കാര്യമില്ലെങ്കിലും കാരണം ഉണ്ട്. അപ്പോൾ ഇവിടെ നൂല് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, വസ്ത്രം എന്ന് പറഞ്ഞാൽ നൂലിനാൽ തോന്നപ്പെട്ട ജഗത്ത്. അതിന്ന് നൂല് മാറ്റിയാൽ വസ്ത്രം ഇല്ലാതാകുന്ന പോലെ ബ്രഹ്മം മാറ്റിയാൽ ജഗത്തില്ല. അപ്പോൾ ജഗത്ത് ശരിക്കുള്ളതല്ല, വസ്ത്രം ശരിക്കുള്ളതല്ല. ഈ നൂല് കൂട്ടി
വെച്ചത് കൊണ്ടുണ്ടായതാണ്. അതിന് നൂല് മാറ്റി നോക്കൂ, വസ്ത്രമില്ല. അപ്പോൾ വസ്ത്രം ഉണ്ട്, കുറച്ച് ദിവസത്തേക്ക് ഉണ്ടെന്ന് തോന്നും നമുക്ക്. ശരിക്കും നൂലാണത്. നൂലിൽ നിന്ന് വസ്ത്രം വ്യത്യാസമല്ല, നേരെ തിരിച്ചാണ് പറയേണ്ടത്. എന്താ അറിയോ, കാരണത്തിന്ന് കാര്യം കണ്ടാൽ നമുക്ക് വേറെയാണെന്ന് തോന്നുമെങ്കിലും ആ കാരണം കൊണ്ടുണ്ടായതാണ്. ആ കാരണം ഇല്ലാതെ ആയാൽ ആ കാര്യം ഇല്ലാതെയാവും. അതാണപ്പോൾ ഇതിൽ പറയണതേ. അതായത് ഇതിൽ ആ ഉണ്ടാക്കാൻ ഉപയോഗിച്ച നൂല് സത്യം, ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള വസ്ത്രം സത്യത്തിലുള്ളതല്ല. കാരണം നൂല് മാറ്റിയതില്ല. ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ജഗത്തിൻ്റെ കാരണമായ ബ്രഹ്മം സത്യമാണ്, ഈ ജഗത്ത് സത്യമല്ല. എന്താ വെച്ചാൽ ജഗത്തില്ലെങ്കിലും ബ്രഹ്മം സ്ഥിതി ചെയ്യണ്ടേ അല്ലേ? പക്ഷേ ജഗത്ത് മുഴുവൻ എന്താണ് ബ്രഹ്മത്തിനെ ആശ്രയിച്ചിട്ടാണ്. വസ്ത്രം നൂലിനെയാണ് 100% ആശ്രയിക്കണം. വസ്ത്രമില്ലെങ്കിലും നൂല് അവിടെ ഉണ്ട്, നൂലില്ലെങ്കിൽ വസ്ത്രമില്ല. അതുകൊണ്ട് ബ്രഹ്മം ഈ ജഗത്തിൽ നിന്ന് വേറെ തന്നെയാണ്. ഏതുപോലെ വസ്ത്രം നൂല് വസ്ത്രത്തിൽ നിന്ന് വേറെയാണെന്ന്. നല്ല ഉദാഹരണമല്ലേ അത്? അതെനിക്ക് വളരെ നന്നായിട്ട് തോന്നി ഈ ഒരു ഉദാഹരണം. കാരണം അവയവി എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ് അവയവി, അവയവം എന്ന് പറഞ്ഞാൽ നൂലാണ്. അപ്പോൾ ബ്രഹ്മമാണ് അവയവം. ആ ബ്രഹ്മത്താൽ ഉണ്ടാക്കപ്പെട്ട ജഗത്ത് അവയവി. ഇപ്പോൾ ഇത് ഈ ഒരു ഉദാഹരണം പോലെ വസ്ത്രം നൂലിൽ നിന്ന്, ജഗത്ത് ബ്രഹ്മത്തിൽ നിന്ന്. വസ്ത്രമില്ലെങ്കിലും നൂല് എക്സിസ്റ്റ് ചെയ്യും, ജഗത്തില്ലെങ്കിലും ബ്രഹ്മം എക്സിസ്റ്റ് ചെയ്യും. ജഗത്ത് മുഴുവൻ ബ്രഹ്മത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ജഗത്തില്ലെങ്കിൽ ബ്രഹ്മമില്ലെങ്കിൽ ജഗത്തില്ല. അതുകൊണ്ട് തന്നെ ജഗത്തും ബ്രഹ്മം വേറെ തന്നെയാണ്. നമുക്ക് വെറും തോന്നലാണ് ജഗത്തുണ്ടെന്ന് എന്നാണ് ഇപ്പോൾ ഇവിടെ വരണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉദാഹരണം മനസ്സിൽ നമുക്ക് പോയാൽ വളരെ നല്ലതാണ്. നൂല് വിലങ്ങനെയും അങ്ങനെയും കെട്ടിയിട്ടാണ് നമ്മൾ വസ്ത്രം ഉണ്ടാക്കണത്. ആ നൂല് വലിച്ചു നോക്കൂ, എല്ലാ നൂലും അങ്ങ് എടുത്തു നോക്കൂ, വസ്ത്രം ഉണ്ടോ? ഇല്ല. അതേപോലെ എല്ലാറ്റിലും ബ്രഹ്മമാണുള്ളതേ. വസ്ത്രത്തിൽ നൂല് മാത്രമേ ഉള്ളൂ, അതേപോലെ ജഗത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ശരിക്കും ബ്രഹ്മമാണ്. പക്ഷേ അജ്ഞാനം കൊണ്ടാണ് വേറെ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നൂല് കൊണ്ടാണ് വസ്ത്രം ഉണ്ടാക്കിയെന്ന് അറിയണ ഒരാൾക്ക് നൂല് തന്നെയാണ് വസ്ത്രം എന്ന് അറിയാം. അതിൻ്റെ സത്ത് നൂലാണ്. സ്വർണം കൊണ്ടാണ് ആഭരണങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിയുന്ന ആൾക്ക് സ്വർണം ഇല്ലെങ്കിൽ ആഭരണങ്ങളില്ല എന്നും, സ്വർണ്ണമാണ് അതിൻ്റെ സത്തായിട്ടുള്ളത്, ആഭരണമായിട്ട് കാണുന്ന ആ രൂപം അസത്താണെന്ന് മനസ്സിലാവും എന്നുള്ളതാണ് പറയണത് കേട്ടോ. ഇനി സത്യം ഹ്യവയവ പ്രോക്ത അവയവി വസ്ത്രമാണ്. സത്യം ഹി അവയവം മാത്രമേ സത്യമുള്ളൂ. പ്രോക്ത അവയവിനാമിഹ, അവയവി സത്യമല്ല. വിനാർത്ഥേന പ്രതീയേരൻ പടസേവാംഗതന്തവ, നൂലിൻ്റെ വസ്ത്രങ്ങളാണ്. ഓക്കെ. യദ്, ഇനി അടുത്തത് എന്താ? 27 യദ് സാമാന്യ വിശേഷാഭ്യാമുപലഭ്യേത സഭ്രമ അന്യോന്യാപോശ്രയാത് സർവമാദ്യന്തവദവസ്തു യദ്. അപ്പം എന്താണ്? യദ് സാമാന്യ വിശേഷാഭ്യാം, ഏതൊന്ന് ഈ സാമാന്യ വിശേഷം കൊണ്ട്, അതായത് കാര്യകാരണം എന്നുള്ള ഇതിൽ അന്യോന്യാപാശ്രയാത്, അന്യോന്യം ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഉപലഭ്യത സഹ ഭ്രമ, കാണപ്പെടുന്നുവോ അതെല്ലാം വെറും ഭ്രമമാണെന്ന്. അതായത് വസ്ത്രം നൂലിനെ ആശ്രയിക്കുന്നുണ്ട്, നൂല് വസ്ത്രത്തിനെ ആശ്രയിക്കണില്ല. പക്ഷെ നൂല് വസ്ത്രത്തിനെ ആശ്രയിക്കണ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഭ്രമാണ്. അതുകൊണ്ട് ആദ്യന്തവത് അവസ്തു ഏവ, ആദ്യന്തങ്ങളുള്ള എല്ലാ വസ്തുക്കളും സത്യമല്ല, വെറും സങ്കല്പമാണ്. അതായത് എന്തിനെങ്കിലും ഒരു ജനനവും ഉദ്ഭവവും സ്ഥിതിയും നാശം ഉണ്ടോ? അതൊന്നും സത്യമല്ല, അതൊക്കെ സങ്കല്പിതാണ്.
അത് നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ മനസ്സിലാവുമല്ലോ. നമ്മൾ രാത്രി സുഷുപ്തിയിൽ ഈ ലോകം ഉണ്ടോ? ഇല്ല. വെളിച്ചായ ആദ്യം ലോകം ഉണ്ടാവണു, പിന്നെ ലോകം നമ്മൾ രാത്രി ആദ്യം സുഷുപ്തിയിൽ ഡീപ്പ് സ്ലീപ്പിൽ പോണ വരെ ലോകമുണ്ട്, അത് കഴിഞ്ഞാൽ ലോകമില്ല. അപ്പം അത് ഉണ്ടാവണു, കുറച്ച് നേരം നിൽക്കണു, നശിക്കണു, നമുക്ക് തന്നെ എല്ലാ ദിവസവും രാത്രി ഉറക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതൊന്നും സത്യമല്ല, എന്നും സ്ഥിതി ചെയ്യുന്നതേ സത്യമുള്ളൂ. അതാണ് അതിൽ പറഞ്ഞത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ആദ്യവും അവസാനം ഉണ്ടോ, ആദ്യവും മധ്യവും അവസാനം ഉണ്ടോ, അത് സത്യമല്ല, അത് കൽപ്പിതമാണ്, സങ്കല്പിതമാണ്. ഇതാണ് ഇതിൽ പറയണ ഒരു കാര്യം പറയണ ഇതിലാണ്. അതാണ് ഈ കാര്യവും കാരണവും ഒന്നുതന്നെയാണല്ലോ ശരിക്കും. ആ കാര്യം എന്ന് പറയണത് ഇല്ലാത്തതാണ്, കാരണം സത്യവും. കാര്യകാരണം ഒന്നാണ്, പക്ഷെ നമുക്ക് തോന്നുകയാണ് കാരണം വേറെ ഉണ്ടെന്ന്. അതായത് ബ്രഹ്മം പിന്നെ ജഗത്തും ഒന്നാണ്, പക്ഷെ ജഗത്ത് ഉണ്ടെന്ന് വേറെയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അത് ഇനി അതാണ് പറയണത്. അതായത് പിന്നെ ഇതന്നെ നമ്മൾ പറയുന്ന ഈ സ്വർണത്തിൻ്റെ ഉദാഹരണം, അതായത് കമ്മൽ, വള ഉണ്ടല്ലോ. പക്ഷേ ആഭരണങ്ങളൊക്കെ വേറെ വേറെ പേരുണ്ടെങ്കിലും സ്വർണ്ണമാണ് മുഴുവൻ. അപ്പം അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭ്രമാണ്. ശരിക്കും സ്വർണ്ണമാണ്. ഒരു കള്ളൻ ആ സ്വർണം മാത്രമേ കാണൂ, അല്ലേ? എനിക്ക് വള വേണ്ട പറഞ്ഞെടുക്കാണ്ടിരിക്കില്ല, അരഞ്ഞാൾ വേണ്ട പറഞ്ഞെടുക്കാണ്ടിരിക്കില്ല. സ്വർണം മാത്രത്തിലായുള്ള കണ്ണ്, അതിൻ്റെ എസൻസിൽ മാത്രമാണ്. അതുപോലെയാണ്. അപ്പോൾ ആദ്യം അവസാനമുള്ള എല്ലാ കാര്യങ്ങളും സത്യമല്ലാത്തതാണ്, അല്ലെങ്കിൽ സങ്കല്പിതമാണ്. ആദ്യം അവസാനവും ആദിമധ്യാവസാനം ഉള്ളതൊക്കെ, ആദിമധ്യാന്തം ഉള്ളതൊക്കെ സങ്കല്പിതം ആണ്. സത്യമായിട്ട് നിത്യസത്യമായിട്ട് ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മം. അതാണ് ഇതിൽ പറഞ്ഞത്. ഒരേ കാര്യം തന്നെയാണ് പിന്നെയും ഓരോ ശ്ലോകത്തിലും പറഞ്ഞ കേട്ടോ. പല തരത്തിൽ പറയണം നമ്മൾക്ക് ബോധ്യപ്പെടാൻ. യത് സാമാന്യ വിശേഷാഭ്യാം ഉപലഭ്യേത സഭ്രമ അന്യോന്യാപാശ്രയത്. അന്യോന്യാപാശ്രയ, ഞാൻ ഓപാശ്രയത് എന്നല്ല, തെറ്റാ. അന്യോന്യാപാശ്രയാത് സർവാമാദ്യന്തവദവസ്തുയത്. ആദിമധ്യാന്തമുള്ളതൊന്നും സത്യമല്ല, എല്ലാം സങ്കല്പമാണ്. ഇനി വികാരഖ്യായമാനോബി പ്രത്യഗാത്മാനമന്തരാ ന നിരൂപ്യോസ്ത്യണുരഭി സ്യാചേച്ചിത് സമ ആത്മവത്. സ്യാചേച്ചിത് സമ ആത്മവത്. അപ്പോൾ എന്താണ് 28 പറയണ വെച്ചാൽ, ഖ്യായമാനോബി, അതായത് പ്രകാശിക്കുന്നുണ്ടെങ്കിലും, ഖ്യായം വെച്ചാൽ ഇവിടെ വികാര, പ്രപഞ്ചം, അതായത് ഈ ബ്രഹ്മത്തിൻ്റെ വികാരമാണ് പ്രപഞ്ചം. നമുക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നി പ്രകാശിക്കുന്നുണ്ടെങ്കിലും, ജഗത്തായിട്ട് പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ചം പ്രത്യേകാത്മാനം അന്തര, അതിൻ്റെ ആശ്രയമായിട്ടുള്ള പരമാത്മാവിനെ വിട്ട്, ബ്രഹ്മത്തിനെ വിട്ട്, അണുരഭി ന നിരൂപ്യോസ്തി, ഒരു അണു പോലും ഉണ്ടെന്ന് വിചാരിക്കാൻ യോഗ്യതയില്ലാന്ന്. എന്താച്ചാൽ ചേത് സോബി ആത്മവത്, അങ്ങനെ വിചാരിക്കാൻ അർഹതയുണ്ടെങ്കിൽ, യോഗ്യമാണെങ്കിൽ, ചിത് സമഹ സ്യാദ്, ചിത് സ്വരൂപനായിട്ടുള്ള ആത്മാവ് എന്ന പോലെ തന്നെ സ്വയം പ്രകാശാവണം. അതില്ല. അപ്പോൾ ആ ബ്രഹ്മത്തിൽ നിന്ന് വേറെ ആയിട്ട് പ്രപഞ്ചം ഇല്ല എന്നർത്ഥം. എന്താണ്, എങ്ങനെയാണപ്പോൾ ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ എന്താണ്, എങ്ങനെയാണ് പറയുന്നത് മനസ്സിലാക്കി തരണം നമുക്ക് വെച്ചാൽ, പലതരത്തിലും ഇപ്പോൾ നമ്മൾ പലതരത്തിൽ പറഞ്ഞു ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്ന്. ഇനിയിപ്പോൾ ഇതിൽ പ്രപഞ്ചം കാണണ്ട നമുക്കല്ലേ, പ്രകാശിക്കുന്നുണ്ട്. അത് നാൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ സത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്താ വെച്ചാൽ നമുക്കത് വ്യവഹാരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ആ ബ്രഹ്മ ചൈതന്യം അവിടുന്ന് മാറ്റിയാൽ പിന്നെ അതില്ല. അതാണ്, ആ പരമാത്മാവ് ഇല്ലാതെ ഒരു അണു മാത്രം
ഇല്ല പിന്നെ പ്രപഞ്ചം. ഏതുപോലെ സ്വർണം കംപ്ലീറ്റ്ലി മാറ്റിയാൽ ഒരൊറ്റ ആഭരണത്തിൻ്റെ ഒരു തരി പോലും അവിടെ ഉണ്ടാവുമോ? സ്വർണ്ണമാണതേ. അതുപോലെയാണ് നമുക്ക് കാണുന്നുണ്ട്, അതായത് ഒരു വളയായിട്ട് പ്രകാശിക്കുന്നുണ്ട് സ്വർണം. പക്ഷേ ആ വളയിൽ നിന്ന് സ്വർണം എന്ന സത്ത് മാറ്റിയാൽ വളയേ ഇല്ല. കുറച്ചു നേരം പ്രകാശിക്കുന്നുണ്ട്, പക്ഷെ സ്വയം പ്രകാശമില്ലേ. അതേപോലെയാണ് ബ്രഹ്മം കാരണം ജഗത്ത് പ്രകാശിക്കുന്നുണ്ട്. പക്ഷേ ആ ബ്രഹ്മത്തിനെ മാറ്റിയാൽ ജഗത്ത് കെട്ടു, ജഗത്തില്ല പിന്നെ. അതായത് ജഗത്തിന് ബ്രഹ്മമില്ലാതെ സ്വയം പ്രകാശത്തിനുള്ള കഴിവില്ല. 100% ബ്രഹ്മാണ് ആശ്രയം. ഒരു സ്വർണ്ണവളയ്ക്ക് 100% ആശ്രയം സ്വർണമാണ്. സ്വർണം ഇല്ലെങ്കിൽ വളയില്ല. സ്വർണത്തിൽ തന്നെ നിൽക്കാനുള്ള കഴിവുണ്ട്, വളയ്ക്ക് സ്വർണം മാറ്റിയാൽ തന്നെ നിൽക്കാനുള്ള കഴിവില്ല. വളയില്ലെങ്കിലും സ്വർണമുണ്ട്, സ്വർണമില്ലെങ്കിൽ വളയില്ല. അതേപോലെയാണ് ബ്രഹ്മമുണ്ടെങ്കിൽ ജഗത്ത് പ്രകാശിക്കണു, ബ്രഹ്മമില്ലെങ്കിൽ ജഗത്തില്ല. അപ്പം എന്താ അർത്ഥം? ശരിക്ക് ബ്രഹ്മം തന്നെയാണ്, വേറൊരു തരത്തിൽ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയണം. സ്വയം പ്രകാശമില്ല, കാരണം അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല. വളയ്ക്ക് സ്വർണ്ണമില്ലാതെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അതേപോലെ ഈ ജഗത്തിന് ബ്രഹ്മമില്ലാതെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. വേറെ രണ്ടാമതൊന്നില്ല, ബ്രഹ്മം തന്നെ ഉള്ളൂ. അത് നമുക്ക് തോന്നുകയാണ് ഉണ്ടെന്ന്, വെറും സങ്കല്പം. അതാണ് പറഞ്ഞതിൽ അതായത് ബ്രഹ്മത്തിൻ്റെ വികാരമാണേ. ഇപ്പം ബ്രഹ്മലിംഗതുമില്ല, ബ്രഹ്മത്തിൻ്റെ വികാരമാണ് ജഗത്ത്. വികാരഖ്യായമാനോബി പ്രത്യേകാത്മാനമന്തര, അത് ആത്മാവിൽ നിന്നും ഭിന്നല്ല. നിരൂപ്യോസ്ത്യ അണുരബി സ്യാച്ചേ ചിത്സമ ആത്മവത്. സ്വയം പ്രകാശമില്ല, സ്വയമായിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല ജഗത്തിന്. ബ്രഹ്മത്തിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല, ബ്രഹ്മം തന്നെയാണ്. വേറൊരു രൂപത്തിൽ നമുക്ക് വ്യവഹാരത്തിൽ അങ്ങനെ കാണുന്നു മാത്രമേ ഉള്ളൂ. എത്ര വിഷമമുണ്ട് നമുക്കത് അനുഭവമാവാൻ, മനസ്സിലാക്കാം. വികാരഖ്യായമാനോബി അത് കഴിഞ്ഞു. പ്രത്യേകാത്മാനമന്തര നിരൂപ്യോന്ത്യണുരബി സ്യാച്ചേ ചിത്സമ ആത്മവത്. അച്ചിസ്വരൂപനായിട്ടുള്ള ആത്മാവിനെ പോലെ പ്രകാശസ്വരൂപമല്ലല്ലോ അത്, തന്നെ നിൽക്കാൻ പറ്റില്ല. ഇനി അപ്പോൾ സമയം നോക്കട്ടെ കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്തേ അറിയില്ല എത്ര സമയമായിന്ന്. ഓക്കെ, അപ്പം ഇനി 30. ഇനി അത് എന്താ അങ്ങനെ പിന്നെ ആത്മാവിൽ നിന്ന് ഭിന്നല്ല പ്രപഞ്ചം എന്ന് പറയാൻ കാരണം, നഹി സത്യസ്യ നാനാത്വം അവിദ്വാൻ യതി മന്യതേ നാനാത്വം ഛിദ്രയോർ ജ്യോതിഷോർവാതയോരിവ. എന്താ പറയണേ? സത്യസ്യ നാനാത്വം നഹി, സത്യമായിട്ടുള്ള ആത്മാവിന് നാനാത്വം എന്നില്ല. അത് എന്നും നിത്യസത്യമായിട്ട് നിൽക്കുക, രണ്ടാമതൊന്നുമില്ല. നാനാത്വം ഇല്ല, പലതായിട്ട് നിൽക്കലില്ല, അല്ല പലതാവലില്ല. ശരിക്കും സത്യമായിട്ട് ഒന്നേ ഉള്ളൂ. അതായത് എന്നാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വ്യത്യാസമില്ലേ ചോദിച്ചാൽ, യതി നാനാത്വം മന്യതേ തർഹി സഹ അവിദ്വാൻ. നമുക്ക് നാനാത്വം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണെന്ന്. ജീവാത്മാവും പരമാത്മാവും വേറെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദേഹമാണ് നമ്മൾ ഈ ആത്മാവെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം തോന്നണതാണ്. ശരിക്ക് അഭിന്നമാണ്. ആത്മാവിന് നാനാത്വമല്ലേ, ആത്മാവ് ഒന്നേ ഉള്ളൂ. നമുക്കല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും അജ്ഞാനാണെന്ന്. അപ്പം ഈ വ്യവഹാരത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഛിദ്രയോഹോ ജ്യോതിഷാഹ വാതയോശ്ച നാനാത്വം പ്രതീയതേ. അതായത് ഒരു കുടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശം, ശരിക്കുള്ള പുറത്തുള്ള ആകാശം എന്നിവയ്ക്കും ഒരു സൂര്യൻ, ശരിക്കുള്ള സൂര്യനും അതിൻ്റെ പ്രതിബിംബം ഇതിനും പുറത്ത് നമ്മളുടെ പ്രാണവായു, പുറത്ത് വായു എന്നിവയ്ക്കും എങ്ങനെയാണ് നാനാത്വം തോന്നണ? അതുപോലെ ഉള്ളൂ എന്ന്.
അതാണ്. അതായത് ഇപ്പോൾ നോക്കൂ, അത് നമുക്ക് പറയാന്ന് വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ, ഒരു കുടം ഒന്നുമില്ലാതെ കുറച്ച് സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ എന്താ സ്പേസ് മാത്രമല്ലേ ഉള്ളൂ. നമ്മളവിടെ ഒരു കുടം കൊടന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ വെച്ചൊരു കുടം ഉണ്ടാക്കിയെന്ന് വയ്ക്കുക. ആ കുടത്തിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, ശരിക്കും പറയാച്ചാൽ ആ അകത്തുള്ള സ്പേസും പുറത്തുള്ള സ്പേസും ആകാശം എന്നോ എന്താ വെച്ചാൽ പറയാം, സ്പേസ് എന്ന് തന്നെയാണ് മീൻ ചെയ്യണത്. ആ കുടത്തിൻ്റെ അകത്തുള്ള ആ ആകാശം, പുറത്തുള്ള ആകാശവും, അല്ലെങ്കിൽ കുടത്തിൻ്റെ അകത്തുള്ള സ്പേസും കുടത്തിൻ്റെ പുറത്തുള്ള സ്പേസും ശരിക്കും ഒന്ന് തന്നെയാണ്. ഈ അകത്തുള്ള സ്പേസ് ആ കുടത്തിൻ്റെ ആ കുടത്തിൻ്റെ ആ ഷേപ്പ് ഉള്ള ആ ഒരു ഭിത്തിയാൽ ലിമിറ്റഡ് ആയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. എപ്പോഴാണ് കുടം പൊട്ടണ, അപ്പോൾ ഈ അതിൻ്റെ അകത്തുള്ള ആകാശവും പുറത്തുള്ള ആകാശവും ഒന്നാവും അല്ലേ. നമ്മുടെ ഉള്ളിൽ പ്രാണവായു ഉണ്ട്. എപ്പോഴാണ് ആ പ്രാണവായു നമ്മുടെ പുറത്തേക്ക് വരണത്, അപ്പം അത് പുറത്തെ വായുവായിട്ട് ചേരില്ലേ. അതാണ് ഘടാകാശവും മഹാകാശവും ഒരു ഉദാഹരണം. പിന്നെ ഇപ്പോൾ അതായത് അതാണത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് തോന്നുകയാണ് നാനാത്വം, അതേപോലെ ഉള്ളൂ. ഈശ്വരനും ജീവനും ഒന്ന് തന്നെയാണ്, ഒന്ന് മാത്രമേ ഉള്ളൂ. ജീവൻ നമ്മൾ ലിമിറ്റഡാണ്. എപ്പോഴാണ് നമ്മൾ ആ ലിമിറ്റേഷൻ, നമ്മുടെ ഉപാധി നീങ്ങണത്, അപ്പം നമ്മൾ ഈശ്വരനായി. ഇപ്പം നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്തിറക്കുകയാണ്. എന്താ, ശരിക്കും ജീവനും ഈശ്വരനും ഒന്നാണ്. ഘടാകാശവും ഈ കുടത്തിൻ്റെ ഉള്ളിലത്തെ ആകാശവും പുറത്തെ ആകാശവും ഒന്നാണെന്ന് പറയുന്ന പോലെ തന്നെ അതെ. എന്താ വെച്ചാൽ, പക്ഷേ നമുക്ക് ആ കുടമുള്ളിടത്തോളം കാലം അതിൻ്റെ ഉള്ളിൽ വേറെ ആകാശം എന്ന് പറയാലോ. കാരണം 4 പുറം പിന്നെ ഭിത്തി ഉണ്ടല്ലോ ഈ കുടത്തിൻ്റെ, അപ്പോൾ അതിൽ ലിമിറ്റഡാണ്. ആ ആകാശത്തിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതേപോലെയാണ് നമ്മൾ ദേഹമാണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ദേഹമാണ് ഞാനിന്ന് തീർച്ചയാക്കി എടുക്കുക. അപ്പം എന്താ ചെയ്യുക വെച്ചാൽ, നമുക്ക് ആ ദേഹത്തിൻ്റെ ഉള്ളിൽ ഇരിക്കണമ്പോൾ ദേഹം അനുഭവിക്കണതൊക്കെ അനുഭവിക്കണു. പക്ഷേ എപ്പോഴാണ് നമുക്കിത് ഞാൻ ഈ ദേഹമല്ല, ഞാൻ ആത്മാവാണെന്ന് അങ്ങോട്ട് അനുഭവമാവണ, അന്ന് പിന്നെ ഒരു ലിമിറ്റേഷനും ഇല്ല. നമ്മൾ ശരിക്ക് ഈശ്വരൻ തന്നെയായി. ജീവനും ഈശ്വരനും ഒന്നാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ജീവൻ ലിമിറ്റഡാണ്, ഈശ്വരൻ അൺലിമിറ്റഡാണ്. ഏതുപോലെ ഘടത്തിൻ്റെ ഉള്ളിലത്തെ ആകാശം ലിമിറ്റഡാണ്, അതിൻ്റെ ഉള്ളിൽ പുറത്തെ ആകാശം അൺലിമിറ്റഡാണ്. എപ്പോഴാണ് കുടം പൊട്ടണ, അപ്പോൾ മറ്റേ ആകാശം. അപ്പം എപ്പോഴാണ് നമുക്ക് ഞാൻ ഈ ദേഹമാണെന്നുള്ള അഭിമാനം വിടണത്, അതാണ് നമ്മുടെ ലിമിറ്റേഷൻ. നമ്മുടെ ലിമിറ്റേഷൻ ഈ ദേഹമാണ്. നമ്മൾ ഈ ദേഹമാണ് ഞാൻ എന്ന് തീർച്ചയാക്കി, ആ ദേഹമല്ല ഞാൻ എന്ന് തീർച്ചയാക്കിയ നിമിഷം നമ്മളൊക്കെ ഉപാധികളില്ല. ഏതുപോലെ ആ കുടത്തിൻ്റെ ഉള്ളിലത്തെ ആകാശം പുറത്തെ ആകാശമായിട്ട് വ്യത്യസ്തമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ, ആ വാൾസിൻ്റെ ഉള്ളിലാണ്. എപ്പോഴാണ് കുടം പൊട്ടണ, അപ്പോൾ ഒന്നായില്ലേ, വേറെ ആകാശമില്ല. പ്രാണവായു അതെ, പുറത്ത് പോയാൽ ബാഹ്യവായുവായിട്ട് ചേരും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു കണ്ണാടിന് മുമ്പിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിബിംബം കാണാം നമ്മുടെ. ആ കണ്ണാടി മാറ്റിയാൽ പിന്നെ പ്രതിബിംബം ഉണ്ടോ? നമ്മൾ ലിമിറ്റഡാണ് ആ കണ്ണാടിയുടെ ഉള്ളിൽ അപ്പോൾ അല്ലേ. നമ്മൾ ലിമിറ്റഡ് അല്ല, നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. പക്ഷേ ആ കണ്ണാടിയുടെ മുമ്പിലുമാണെങ്കിൽ മാത്രമേ ആ പ്രതിബിംബം ഉള്ളൂ. അങ്ങനെയുള്ള ഉദാഹരണം പറഞ്ഞു നിൽക്കുകയാണ് നമുക്കിതിലേ. അതായത് നമുക്ക് ശരിക്കുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ അജ്ഞാനം കൊണ്ടാണ്, ശരിക്കില്ല. പക്ഷെ വ്യവഹാരത്തിൽ തോന്നുകയാണേ, അത് നമ്മൾ ലിമിറ്റഡാണ്. ശരിക്കും ആകാശം വേറെണ്ട തോന്നിയില്ലേ, അതാണ് ഇതിൽ പറയണത്. അതായത് ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നും രണ്ടാമതൊന്നുമില്ല എന്ന് വളരെ ഉറപ്പിച്ച് ഇപ്പോൾ ഈ 29 പറഞ്ഞു അല്ലേ. സത്യം പലതാവാൻ എങ്ങനെ പറ്റുമോ? സത്യം പലതാവാൻ പറ്റില്ല. സത്യമാണെങ്കിലും ആത്മാവിനും ജീവനും രണ്ടും ഒരു വ്യത്യാസവും ഇല്ല ശരിക്ക്.
അത് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് ജീവനും ഈശ്വരനും വേറെ വെച്ചാൽ നമ്മുടെ അജ്ഞാനാണ്. അതേപോലെ ഇപ്പം നമ്മളെ കുടത്തിൻ്റെ കാര്യം പറയുമ്പോൾ എത്ര ശരിയാ തോന്നില്ലേ അത് നമുക്ക്. അതുപോലെ തന്നെയാണ് നമുക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ സൂര്യൻ്റെ പ്രതിബിംബം നമ്മളൊരു പിന്നെ ഇതിൽ കാണുന്നുണ്ട്. എന്താ പറയുക, ഒരു ഇതിൽ ശരിക്കും ഇളകാത്ത വെള്ളാച്ചാൽ ശരിക്കും സൂര്യനാ തോന്നും. പക്ഷെ ശരിക്കല്ലല്ലോ അത്. ശരിക്കുള്ള സൂര്യൻ മാത്രമല്ലേ ഉള്ളൂ. അതേപോലെയാണ് എല്ലാം. നമ്മുടെ അകത്തെ പ്രാണവായു പുറത്തേക്ക് എത്തിയാൽ മറ്റേ ബാഹ്യവായുവിനെ പോലെ തന്നെയാവും. അതുപോലെയാണ് ജഗത്ത് തോന്നുകയാണ് ഉണ്ടെന്ന്. ആസ് ലോങ് ആസ് നമുക്ക് ജീവഭാവം, നമ്മൾ ഈ ശരീരമെന്ന് തോന്നണോടത്തോളം കാലം നമുക്ക് ജീവനും ഈശ്വരനും വേറെയാണ്. പക്ഷേ എപ്പോഴാണ് നമുക്ക് ഞാൻ ഈ ശരീരമല്ല എന്നുള്ള അനുഭവം, ഞാൻ ആത്മാവ് തന്നെയാണെന്ന അനുഭവം, നമ്മൾ ഈശ്വരനായി. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമുക്ക് 30 വായിച്ച് ഇവിടെ നിർത്താം. അല്ല 30 അല്ല 29 വായിച്ചിട്ട്. നഹി സത്യസ്യ നാനാത്വം അവിദ്വാൻ യതിമന്യതേ നാനാത്വം ഛിദ്രയോർ യദ്വജ്യോതിഷോർ വാതയോരിവ. മനസ്സിലായില്ലേ? അത് നമുക്ക് നിർത്താം ഇന്നിവിടെ. അത് പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പ്രൂവ് ചെയ്യുകയാണ് ഓരോ ശ്ലോകത്തിലും. അതന്നെയാണ് പ്രൂവ് ചെയ്യണത്. ഓരോ ശ്ലോകത്തിലും ബ്രഹ്മസത്യം ജഗൻ മിഥ്യ, ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ, അല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ അജ്ഞാനം കൊണ്ടാണ്. ഒരേ ബ്രഹ്മം തന്നെയാണ് നാനാ രൂപഭേദങ്ങളായിട്ട് പ്രകാശിക്കണത് എന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് ഭഗവാൻ തന്നെ നമുക്ക്, ഭഗവാന്റെ കൃപ ഉണ്ടാകുമ്പോൾ നമുക്കത് അനുഭവമായിട്ട് വരണമിച്ചിട്ട് സുഖബ്രഹ്മർഷിയും വേദവ്യാസ മഹർഷിയൊക്കെ നമുക്കത് പറഞ്ഞു തരികയാണ്. ആ ജ്ഞാനം തരികയാണ്. ഇനി ആ ജ്ഞാനം വിജ്ഞാനമായിട്ട് അനുഭവമായിട്ട് മാറാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.